HIV ആയില്ലേ, പിന്നെ എനിക്ക് വേണ്ട. പെണ്ണ് കാണാൻ പോയിട്ട് ഫ്രണ്ടും ബാക്കൊക്കെ നോക്കിയിട്ട് വരുന്നതല്ലാതെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക. നമുക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കാണാം, അധികം പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ടുള്ള സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാം. നാളെ ഒരു സമയത്ത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പാർട്ട്ണർ എല്ലാ കാര്യത്തിലും ഓക്കെ ആയി, ഇതുപോലെ പോയി ചെക്ക് ചെയ്യുകയാണ്, HIV ടെസ്റ്റ് നടത്തുമ്പോൾ പുള്ളിക്കാരൻ പോസിറ്റീവ് ആണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ കല്യാണം കഴിക്കുമോ? വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടാഗോർ തിയേറ്ററിലാണ്. IFFK അല്ല, കൂട്ടം ഒരു വോളണ്ടിയറിംഗ് ഫെസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം, കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ട്ണറിന് HIV ടെസ്റ്റ് നിർബന്ധമാക്കണോ വേണ്ടയോ? ഇവിടെയുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം. കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ട്ണറിന് HIV ടെസ്റ്റ് നിർബന്ധമാക്കണോ? എല്ലാരും വിളിച്ചു. നിർബന്ധമാക്കണം. ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ അത് നിർബന്ധമാക്കണം. നിങ്ങൾ നിർബന്ധമാക്കണം. ആക്കിയാ കൊള്ളാം. എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ ആക്കേണ്ടി വരുമായിരിക്കും. ഉറപ്പായിട്ടും ആക്കണം. ചെയ്യുന്നത് നല്ലതല്ലേ? നല്ലതാണ്. അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു നിർബന്ധമാക്കിയാൽ. നിർബന്ധമാക്കണം. അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല ഇതുവരെ. ഇടയ്ക്ക് വെച്ച് if you have a doubt then obviously it's nice to get tested. അത് ഇപ്പോ ഉള്ള പാർട്ട്ണറെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യണ്ട. ഇപ്പോൾ ഉള്ള ആൾ ഓക്കെയാണ്. എന്നാലും അവർ പറയുന്ന ഒരു വിശ്വാസമല്ലേ നമുക്കുള്ളൂ. അത് ക്ലിനിക്കലി നമ്മൾ തെളിയിച്ചിട്ടില്ലല്ലോ. ക്ലിനിക്കലി വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം, കാരണം പല രീതിയിൽ HIV വരാമല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ്. കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ട്ണർ മാത്രമല്ല, HIV ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഐ ബിലീവ് എല്ലാം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്, പാർട്ട്ണർ ഓൾസോ റെഡി ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിർബന്ധമാക്കണമെന്ന് പറഞ്ഞത്? HIV അടക്കമുള്ള ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇപ്പം അതിന്റെ റേറ്റ് വളരെ കൂടി വരും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എസ്പെഷ്യലി നമുക്ക് അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെങ്കിലും നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് കുറക്കാം. പിന്നെ അറിഞ്ഞു വെക്കുന്നത് ഭാവി അവർക്ക് എന്തോ ആയിക്കോട്ടെ, അവരുടെ തീരുമാനം, പക്ഷെ അറിയുന്നത് നല്ലതാണ്. HIV എന്ന് പറയുന്നത് നമ്മളൊരു 2012 എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ മെയിനായിട്ട് നമ്മളെ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് സ്ഥലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനൊരു HIV സെന്ററിൽ പോയി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട്. ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ സീക്രറ്റ്സ് പാടില്ല. ആ ഒരു സീക്രറ്റ്സ് വന്ന അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. ഏതൊരു കോൺഫ്ലിക്റ്റിന് പിന്നിലും ഒരു ചെറിയൊരു പോയിന്റ് എവിടെ കാണും. ആ ഒരു പോയിന്റിന് ഒരിക്കലും HIV കാരണമാക്കും. നമുക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കാണാം, അധികം പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ടുള്ള പലതരത്തിലുള്ള സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാം. ആ ഒരു കാര്യം ഉണ്ടായി തന്നെ ഇപ്പോൾ എൻ്റെ പാർട്ട്ണർ ആണെങ്കിൽ എൻ്റെ പാർട്ട്ണർ പറയുക ഇതേ കണക്ക് ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തുറന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. അല്ലാതെ നമ്മളൊരു മാട്രിമോണി വഴിയും അല്ലാതെ കുടുംബക്കാർ ആലോചിച്ച് കിടക്കുന്ന ഈ ബ്രോക്കർ വഴിയും വരുന്ന പല കല്യാണാലോചനകൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നത്, സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെടുന്നത്, പക്ഷെ ഉള്ളിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് HIV ടെസ്റ്റ് എന്ന് മാത്രമല്ല, ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഉൾപ്പെടെ എല്ലാ തരം കാര്യങ്ങളും ഒരു കല്യാണത്തിന് മുമ്പ് കൊടുത്തിരിക്കണം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണ് കാണാൻ പോയിട്ട് അവൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ നോക്കിയിട്ട് വരുന്നതല്ലാതെ കുറച്ചും കൂടെ എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഈ വ്യക്തി കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സൈക്കോളജിക്കലി നമുക്ക് ആളുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആളാണോ, ഫിസിക്കലി ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ വേണം താല്പര്യമുള്ള ആളുകൾക്ക് ബയോളജിക്കലി ആ വ്യക്തി ഓക്കെ ആണോ നോക്കിയതിന് ശേഷം കല്യാണം കഴിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ജാതിയും മതങ്ങളും നോക്കിയിട്ടല്ലാതെ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും കൂടെ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. HIV ഇല്ലാത്ത ഒരാളെ ഇഫ് യു മാരി ദ നെക്സ്റ്റ് ഡേ എന്ത് സംഭവിക്കും നമുക്ക് പോലും അറിയത്തില്ല. സോ അത് അങ്ങനെ എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ വിട്ടിട്ട് പോകത്തില്ലല്ലോ, ഇഫ് യു റിയലി ലവ് ദാറ്റ് പേഴ്സൺ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട്സ് ഇൻ യുവർ ഹാർട്ട്. ഇപ്പോഴത്തെ സമയം പിള്ളേരുടെ വെച്ച് നോക്കുമ്പോൾ ആക്കണം. അതെന്താന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഇപ്പം മോസ്റ്റ്ലി സെക്ഷലി അത് പാർട്ട്നേഴ്സ് ഇപ്പോൾ എല്ലാവർക്കും ഒന്നി കൂടുതലുണ്ട്. 2-3 സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവരുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ല ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്നും. അപ്പോൾ അത് നമുക്ക് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി HIV ടെസ്റ്റ് ചെയ്യണം. അത് അല്ലാതെ ഇതൊന്നും ചെയ്യാതെ സഫർ ചെയ്യുന്ന കുറേ ഫാമിലീസ് ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിൽ ഇനി അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി HIV ടെസ്റ്റ് ഉറപ്പാക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അത് വേണ്ടൊരു കാര്യമാണ്. എന്താന്നുള്ളത് പബ്ലിക്കിന് അറിയാം. സോ നമ്മളത് ചെയ്യണം. ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണറിനെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് സംസാരിച്ചു, വൈബെല്ലാം സെറ്റായി, എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് മാച്ച് ആണെന്ന് തോന്നുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ പോയി HIV ടെസ്റ്റ് നടത്തി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരേജ് പ്രൊസീഡ് ചെയ്യോ? ഇല്ല.
ഒരിക്കലും ചെയ്യൂല. എന്തുകൊണ്ട് ചെയ്യൂല? HIV ആയില്ലേ പിന്നെ എനിക്ക് വേണ്ട. HIV ആയില്ലേ പിന്നെ എനിക്ക് വേണ്ട. ഓക്കെ, ഞാൻ അസെക്ഷൽ വ്യക്തിയല്ല, എനിക്ക് സെക്ഷുവാലിറ്റി ഉണ്ട്, സെക്ഷൽ ഓറിയന്റേഷൻ ഉണ്ട്. ഒരു പക്ഷേ ആ പാർട്ട്ണർ നല്ലതാണെങ്കിൽ കല്യാണം കഴിക്കുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചിലപ്പോൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് ആ വ്യക്തിക്ക് ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആൽഗോ. ആൻഡ് ഓൾസോ ഐ എം എ പോളിഗമസ് പേഴ്സൺ. ഐ മീൻ എനിക്ക് അറ്റ് എ ടൈം മറ്റു പല വ്യക്തികളോട് അട്രാക്ഷൻ തോന്നും. അതുകൊണ്ട് ചിലപ്പോൾ സെക്ഷുവലി HIV വന്നൊരു വ്യക്തിയെയും കല്യാണം കഴിക്കാനുള്ള സാധ്യത. കല്യാണം എന്ന് പറയുന്ന ക്ലോസിനോട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേ ബി ലിവിങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും താമസിക്കുമായിരിക്കും. ഇഫ് ഐ ലവ് ഹിം ഒബ്വിയസ്ലി. കാരണം നമ്മൾ ഇതിപ്പം എങ്ങനെയാണ് അല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ഇഫ് യു ഓണസ്റ്റ് ആയിട്ടിരുന്നാൽ പോരെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഐ ഡോണ്ട് നോ. എത്ര വർഷം കൂടെ ഉണ്ടായിരുന്നു ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എത്ര വർഷം കൂടെ ഉണ്ടായിരുന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അയാൾ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അയാളെല്ലാം ശരിയായിട്ട് പറയുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഐ ആസ്ക് ഹിം. ഇപ്പം പുള്ളിക്കാരന് കറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ ആണെങ്കിൽ മേ ബി, അതർവൈസ് നോ. കല്യാണം കഴിക്കില്ല. നോ മേ ബി നമ്മൾ കോൺവെർസേഷൻ ഉണ്ടാവും, അതിൽ നിന്ന് ഫിഗർ ഔട്ട് ചെയ്യണം ലൈക്ക് ഷുഡ് ഐ മാരി ഹിം ഓർ നോട്ട് എന്ന്. ഓക്കെ, രണ്ടുപേരും തമ്മിൽ എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എനിക്ക് HIV എന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം നമുക്കിപ്പോൾ HIV ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളും പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അന്ന് എൻ്റെ മനസ്സ് ഓക്കെ അനുവദിക്കുവാണ് ആ പാർട്ട്ണറുമായിട്ട് വേറൊരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് എനിക്കില്ല. അയാൾ അംഗീകരിക്കാനുള്ള മനസ്സ് ആ സമയത്ത് ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കും. കാരണം മനുഷ്യനാണ്, മനുഷ്യൻ്റെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെയാണ് ആ സമയത്ത് ഉണ്ടാവുന്ന നമ്മളെ ഒരു മാനസിക അവസ്ഥ എന്താണ് അതേപോലെ മുന്നോട്ട് പോകും. ഡെയിലി ഓരോരുത്തരുടെ ഡിഫറൻസ് ആണല്ലോ. നമ്മൾ മെന്റൽ ഹെൽത്ത് ആണ് എപ്പോഴും ഓക്കെ ആവുന്നത്. കാരണം നമ്മൾ നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവുന്ന കണക്ക് തന്നെ നല്ലൊരു മെന്റൽ ഹെൽത്ത് വേണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ലൈഫ് വെച്ചൊരിക്കലും കളിക്കരുത് എന്ന് പറയും. കാരണം ലൈഫിലേക്ക് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേനും അതെല്ലാം ഓരോ ലെസൺ ആണ്. അത് കറക്റ്റ് പഠിച്ച് അത് സമ്മറൈസ് ചെയ്തൊരു ഡോക്യുമെന്റേഷൻ ആക്കിയിട്ടേ പോകാവൂ. HIV ഉള്ള ആൾക്ക് പെട്ടെന്ന് ഒരു പകരും എന്നുള്ളതാണ്. പക്ഷെ അവരുടെ വൈറൽ ലോഡ് അങ്ങനത്തെ കുറേ കോംപ്ലക്സ്. സോ ഈവൻ ഇഫ് ദേ ആർ വില്ലിംഗ് ദേ ക്യാൻ ആക്ച്വലി ഹാവ് എൻ ബെറ്റർ ലൈഫ്, ലൈക്ക് ബെറ്റർ സെക്ഷൽ ലൈഫ്. അവർക്കത് പറ്റും. നാളെ ഒരു സമയത്ത് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ണർ ഇതുപോലെ നിങ്ങളോട് HIV ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യൂ? Why not? ചെയ്യാം. ഇപ്പൊ എന്റെ പാർട്ട്ണറിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യണം. അല്ലാണ്ട് അല്ല, നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിനെ ചെയ്യിപ്പിക്കുമെന്നാ ചോദിച്ചത്. പറയാൻ പറ്റില്ല, വിശ്വാസം പോലെ ഇരിക്കില്ലേ. വിശ്വാസം പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. ഇൻ കേസ് ഒരു വിശ്വാസം വരികയാണെന്നുണ്ടെങ്കിലും അവർ പറയുന്നതായിരിക്കില്ലേ നമ്മുടെ വിശ്വാസം. അപ്പൊ അവർ പറയുന്നത് 100% ശരിയായിരിക്കണമെന്നുണ്ടോ? ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടു. ഇതുപോലെ നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഇല്ലേ? അതിനാണ് താഴെ കമന്റ് ബോക്സ് വിശാലമായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ ഇങ്ങനെ ഇടിച്ചു പൊട്ടിക്കണം.